നമസ്കാരം. എൻ്റെ പേര് ദേവാങ്ക്. കുറച്ച് നാൾക്ക് മുന്നേ തൃശ്ശൂർ തമ്പാങ്കടവിൽ നടന്നിട്ടുണ്ടായിരുന്ന ബോട്ട് അപകടത്തിൽ 4 മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി. ഡ്രോൺ ഉപയോഗിച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ആക്ച്വലി അതെൻ്റെ മാത്രമായിരുന്നില്ല, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫുൾ ടീമിൻ്റെ ഒരു അവരുടെ ഒരു കോർഡിനേഷൻ കൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്കുണ്ടായ കുറച്ച് എക്സ്പീരിയൻസും പിന്നെ ഗീതാ ഗോപി MLA, അന്നത്തെ MLA ആയിരുന്ന മാഡം, എനിക്ക് അന്ന് പെട്ടെന്ന് അന്നുണ്ടായിരുന്ന പെർമിഷൻസും കാര്യങ്ങളും അന്ന് ഉണ്ടായുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പം അത് കഴിഞ്ഞ് കുറച്ച് കാലമായി. എപ്പോഴും എന്നെ വേണു സാറ് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കിലയിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടായി. എനിക്ക് അവിടെ എത്തണം എന്നുണ്ടായിരുന്നു, പക്ഷേ അവസാന നിമിഷം വരെ ഞാൻ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ പെട്ടെന്ന് എനിക്ക് കുറച്ച് എമർജൻസി കാരണം എനിക്ക് രാജസ്ഥാനിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം എനിക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇതിലൂടെ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അന്ന് തമ്പാങ്കടവിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം എൻ്റെ അച്ഛനാണ് എന്നെ ഈ വിവരം വിളിച്ചറിയിച്ചത്. അപ്പോൾ അന്ന് കടലിൽ ഇങ്ങനെ എന്തോ ഒരു അപകടമുണ്ടായിരുന്നു. ഇങ്ങനെ 4 പേര് പോയി എന്നല്ല, പോയിട്ട് എന്തോ കാണാണ്ടായി എന്നുള്ള രീതിയിലുള്ളതാണ് അച്ഛൻ എനിക്കൊരു മെസ്സേജ് എനിക്ക് അന്ന് തന്നത്. അങ്ങനെ ആ മെസ്സേജ് പ്രകാരം ഞാൻ ജസ്റ്റ് അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പോൾ വീട്ടിൽ ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് കാരണം എൻ്റെ ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എന്തെങ്കിലും നമുക്ക് നോക്കാമല്ലോ എന്നുള്ള രീതിയിൽ വെറുതെ ഡ്രോൺ എടുത്ത് ഞാൻ പോയതാണ്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ഫയർഫോഴ്സിൻ്റെ വണ്ടി തിരിച്ചു വരുന്നൊരു സീനാണ്. എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത് ആ ഒരു ഇൻസിഡൻ്റാണ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ അവർ വന്നു കണ്ടുപിടിച്ചു കഴിഞ്ഞു പോയി. അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ സംഭവങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. 4 പേരെ കാണാണ്ടായിട്ടുണ്ട്, അവരിതുവരെ കിട്ടിയിട്ടില്ല. രാവിലെ തൊട്ടിട്ടാണ് അവർ സെർച്ച് ചെയ്യുന്നുണ്ട്. അവരെക്കുറിച്ചിട്ടൊരു വിവരമില്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഈ വിവരം ഇങ്ങനെ പറഞ്ഞു. മാഡത്തിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ അടുത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ മാഡം ത്രൂ ആണ് ഞാൻ MLA മാഡത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എനിക്ക് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞത്. അന്ന് എനിക്ക് അത് പറയുമ്പോൾ എനിക്ക് എത്രത്തോളം അത് വർക്കൗട്ട് ആവും, അല്ലെങ്കിൽ അത് ശരിയാക്കാൻ അതെങ്ങനെ എത്രത്തോളം അതിൻ്റെ ഫീസിബിലിറ്റി ഉണ്ടെന്നുള്ള എനിക്ക് അറിയേണ്ടതെന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ അത് പറഞ്ഞു. ആദ്യത്തെ പ്ലാൻ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ നമുക്കതിൽ റിസ്ക് ഒന്നുമില്ലല്ലോ, ഡ്രോൺ വെറുതെ കടലിൽ പറത്താം ഉള്ളൊരു ഇത് കിട്ടിയപ്പോൾ അങ്ങനെ ഞാൻ കരയിൽ നിന്ന് പറത്താമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെയാണ് അപ്പോൾ അവർ ഏത് ഡയറക്ഷനിലാണെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഭയങ്കര ദൂരെയാണുള്ളത്, നമുക്കൊരു 7 to 8 kilometers ദൂരെയാണ് അവരുള്ളത്. അപ്പോൾ അവരുടെ ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ അപ്പോൾ അവരത് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അപ്രോക്സിമേറ്റ് ലൊക്കേഷൻ വെച്ച് നോക്കിയപ്പോൾ അത് ഡ്രോണിൽ നമ്മുടെ ഇപ്പോഴത്തെ വയർലെസ് ടെക്നോളജീസ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ട് വയർലെസ്സിൽ എത്താൻ പറ്റും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 8 kilometer ഫ്ലൈ ചെയ്തെത്തുമ്പോൾ 8 kilometer വരെ ഫ്ലൈ ചെയ്യാനുള്ള ടൈം നമുക്ക് ഭയങ്കര ആ റേഡിയസ് അത്ര. ഇപ്പോൾ ഒരു എൻ്റെ അപ്പം എൻ്റെ ഉണ്ടായിരുന്ന ഡ്രോൺ Air 2 ആണ്. DJയുടെ മാവിക് Air 2 എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫി പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റം ബിൽഡല്ല, ഒരു കമേഴ്ഷ്യൽ ഡ്രോൺ ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ അതിന് ഭയങ്കര ഒരു 35 minutesോളം അതിന് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഓൾമോസ്റ്റ് 12 kilometers വൺ ഡയറക്ഷനിൽ പോവാമെന്നുള്ളതാണ് DJI കമ്പനി അവർ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 8 kilometersോളം ഫ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഓൾമോസ്റ്റ് നമുക്കൊരു 15-20 minutes എടുക്കും അവിടെ എത്താൻ. അപ്പോൾ 8 kilometers, അപ്പോൾ ആ 8 kilometers എനിക്ക് പോസിബിൾ ആയിരുന്നില്ല. പിന്നെ അത്രയും പോയി 20 minutesോളം ഫ്ലൈ ചെയ്താൽ പിന്നെ 20 minutes തിരിച്ചു വരാനുള്ള ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അന്ന് നമുക്കപ്പോൾ അവർക്ക് കുറച്ചുകൂടി കടലിൽ കുറച്ചുകൂടി ക്ലോസർ പോവുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് ആ പറത്തേണ്ട ആ ഡിസ്റ്റൻസ് നമുക്ക് ബോട്ടിൽ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ റേഡിയസ്, അതായത് 8 കിലോമീറ്റർ പോവുകയാണെങ്കിൽ 8 കിലോമീറ്ററിന് 1 കിലോമീറ്റർ റേഡിയസിൽ നമുക്ക് സെർച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വൈഡ് ഏരിയ സെർച്ച് നടത്താമെന്നുള്ളത് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് MLA മാഡം ഫുൾ പെർമിഷൻ തന്നു. അവിടെ പോലീസുകാരുണ്ടായിരുന്നു, പോലീസ് SI അവരുടെ അടുത്ത് നിന്നൊക്കെ പെർമിഷൻ മേടിച്ചു തന്നു. അപ്പോഴേക്കും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളായി സംസാരിച്ച് ബോട്ട് റെഡിയാക്കി തന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത്രയും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു, 5 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ആയത്. അങ്ങനെയാണ് ഞാൻ ആ ഒരു വള്ളത്തിൽ കയറിയിട്ട് അത് പോയത്. അപ്പോൾ പോയപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഒരു സീറോ ഹോപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ വള്ളത്തിലുള്ളായിരുന്ന എൻ്റെ ഉണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ തന്നെ ആയിരുന്നു: എന്ത് കണ്ടാലും നോക്കിക്കോളെ, എന്ത് രൂപത്തിലായിരിക്കും, കുറേ സമയമായിട്ടുണ്ട്, ബോഡിയൊക്കെ എന്ത് രീതിയിലായിരിക്കും എന്നുള്ളത് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ എത്തിയിരുന്നത്. എനിക്ക് പോകുമ്പോഴും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്നെക്കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു അവർ ബോട്ട് കണ്ടുപിടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് എന്തോ ഒരു ഇതിൽ അപ്പം അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇതായിരുന്നു: നമുക്കൊരു ശതമാനമെങ്കിലും ഒരു ഹോപ്പ് വെച്ച് നമുക്ക് പോവാം, നമുക്ക് പോയി നോക്കാം എന്നുള്ളത് എൻ്റെ വായിൽ നിന്നപ്പോൾ വീണൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു 1% ഹോപ്പിലാണ് ഞങ്ങൾ തുടങ്ങിയാണ് ചെന്നു. ആദ്യം കടലിൽ ഞങ്ങൾക്ക് കുറേ മിസ്ലീഡിങ് ആയിട്ടുള്ള കുടങ്ങളുണ്ടായിരുന്നു, ആൾക്കാരുടെ വേസ്റ്റുകളും കാര്യങ്ങളും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറച്ച് മിസ്ലീഡ് ചെയ്ത് പോയി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോയി ഞങ്ങൾ അവസാനം അന്നവിടെ കടലിലുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സെർച്ച് ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ഒരു 6-7 മണിക്കൂറോളം രാവിലെ തൊട്ടിട്ട് ഫിഷറീസും ലോക്കലായിട്ടുള്ള അവിടുത്തെ അടുത്തുള്ള മത്സ്യബന്ധന തൊഴിലാളികളെല്ലാവരും തെരച്ചിൽ നടത്തുന്നത് അവർ ഒഴുക്കിൽ പെട്ടുപോയി എന്നുള്ളൊരു അവർ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ അവർ തെരഞ്ഞുകൊണ്ട് പോയിരുന്നത്. അങ്ങനെ അവർക്ക് അത് കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇതിങ്ങനെ ദിശ മാറിപ്പോയി. അവസാനം ഞങ്ങൾ ഇതിങ്ങനെ ഓരോരോ സംഭവങ്ങളിലും നോക്കി അവസാനം ഞങ്ങൾക്ക് ഒരാളുടെ തല ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. അതിൻ്റെ ഫൂട്ടേജുകളും കാര്യങ്ങളൊക്കെ എല്ലാ പത്രങ്ങളിലും കാര്യങ്ങളിലും ന്യൂസുകളിലും വന്നിട്ടുള്ളൊരു ഫൂട്ടേജുകളാണ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരാളെ കിട്ടി. പിന്നെ അവർ 4 പേരും ഒരു വരിയിൽ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരാളെ കിട്ടി. അവസാനം 2 ആളെ കിട്ടി, 3-ാമത്തെ കിട്ടി, 4-ാമത്തെ ആളെ വേറെ വെള്ളക്കാരെ കിട്ടി. അങ്ങനെ എല്ലാവരും അടുപ്പിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് 4 ആളെയും കണ്ടുപിടിക്കാൻ പറ്റി. ഞാനല്ല അത് കണ്ടുപിടിച്ചത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനൊരു കാരണമായി എന്നുള്ളത് മാത്രമാണ് അന്ന് എൻ്റെ ഒരു ചിന്ത. കാരണം അവർ പ്രതീക്ഷ കളഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പോൾ ഈ നീന്തി വരുന്ന പല ആൾക്കാരും പൊള്ളലേറ്റിട്ടും പല ആൾക്കാരും 1-2 പേര്, എനിക്ക് പേരുകൾ കൃത്യമായിട്ട് എനിക്ക് ആരൊക്കെയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവർ വള്ളത്തിൽ കയറ്റിയപ്പോൾ അപ്പം തന്നെ അവർ കുഴഞ്ഞു വീഴുകയും ബോധം പോവുകയൊക്കെ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് കൃത്യസമയത്ത് അവരെ രക്ഷിക്കാൻ പറ്റി. അവർ വെള്ളത്തിൻ്റെ ഇതിൽ ഓരോരോ കുടം, പിന്നെ വള്ളം, പിന്നെ പെട്രോൾ ടാങ്ക്, പങ്കായം എന്നൊക്കെ പിടിച്ചിട്ടൊക്കെ ആയിരുന്നു അവർ പിടിച്ചു തന്നിരുന്നത്. ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ചേർത്ത് നിൽപ്പ് വലുതാണ്. അതായത് ഒരു 6 മണിക്കൂറോളം നടുക്കടലിൽ ഇങ്ങനെ കിടക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാരക്കാരല്ല. അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ ഭാഗ്യവും എല്ലാം കൊണ്ടും അവർക്ക് അവരുടെ ജീവിതം തിരിച്ചു കിട്ടി. അപ്പോൾ എനിക്കതിനൊരു പാർട്ടാവാൻ കഴിഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നെക്കൊണ്ട് പറ്റുന്നൊരു ചെറിയൊരു ചേഞ്ചാണ് അതിലും ഉണ്ടായത്. അതിലെനിക്ക് പറയാനുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ മെയിൻ ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബോട്ടുകളിലുണ്ടായിരുന്ന സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ്. സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ്, അതായത് ഇവർക്കൊരു ബോ അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ്, റൗണ്ട് ബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് അവരുടെ വള്ളത്തിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് കുറച്ചും കൂടി നേരം പിടിച്ച് നിൽക്കാനും അല്ലെങ്കിൽ ഇവർ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി
അത് എളുപ്പമായിരുന്നാണ്. കാരണം നമ്മുടെ ഒരു ജീവൻ്റെ വിലയല്ലല്ലോ ഒരു ലൈഫ് ബോയ്ക്കും അല്ലെങ്കിൽ ഒരു ലൈഫ് ജാക്കറ്റിനും വരുന്നത്. അപ്പോൾ അങ്ങനൊരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കപ്പോൾ തോന്നിയിരുന്നത് പല അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. കടൽ നമുക്കൊരിക്കലും കളിക്കാനുള്ള ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് അന്ന് എനിക്ക് ശരിക്കും മനസ്സിലായുള്ള ഒരു കാര്യമാണ്. കടലും വെള്ളവും നമ്മളൊരിക്കലും പറയുന്ന പോലെ നമ്മുടെ അവരിത്രയും കാലം അവർ സ്ഥിരം ആ വെള്ളത്തിൽ പോയി മീൻ പിടിച്ച് വന്നിരുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു ഇതുണ്ടായി. എന്ത് ദൈവഭാഗ്യം കൊണ്ട് അവർക്കത് കിട്ടി. പക്ഷെ അങ്ങനെ കിട്ടാണ്ട് കുറേ ആൾക്കാർ പോയിട്ടുള്ള കഥകൾ, ന്യൂസ് റിപ്പോർട്ട്സും കാര്യങ്ങളും ഞാൻ അതിന് ശേഷം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അതിന് മെയിൻ ഇതിൽ വരുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സേഫ്റ്റി എക്യുപ്മെൻസിൻ്റെ കുറവ് തന്നെയാണ് അവരുടെ ഇത്. ഇവർക്ക് ഭാഗ്യത്തിന് നമുക്കത് കറക്റ്റ് സമയത്തിന് ഇടപെടാൻ പറ്റിയോണ്ട് അവരെ രക്ഷിക്കാൻ പറ്റി. പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അപ്പോൾ അങ്ങനെ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സാണ് എനിക്ക് കൂടുതൽ അതിൽ പറയാനുള്ളത്. എല്ലാവർക്കും, എല്ലാ ഗവൺമെൻറ് ഇതുകൾക്കും ചെയ്യാൻ പറ്റുന്നത് മാക്സിമം സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ മാക്സിമം അവയർനെസ് കൊടുക്കുക. കാരണം ഒരു എന്താ പറയുക, ജീവിതത്തിൻ്റെ വിലയല്ലല്ലോ ഒരിക്കലും ഈ ഇതേപോലത്തെ ചെറിയ ലൈഫ് എക്യുപ്മെൻറ്റ്സും സംഭവങ്ങൾക്കും വരുന്നത്. അപ്പോൾ മാക്സിമം സേഫായിട്ട് എല്ലാവരും ചെയ്യാൻ നോക്കുക. അപ്പം അതിനെ കൂടുതൽ ഇവർക്ക് അവയർനെസ് കുറവാണെങ്കിൽ എനിക്ക് കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ളത് ഇമ്പോർട്ടൻസ് കുറവ്, അങ്ങനത്തെ ഇതുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അവയർനെസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അന്നത്തെ ഡ്രോണിൻ്റെ ഇത് ഇപ്പോൾ എൻ്റെ എല്ലാ ഡ്രോണില്ല. അപ്പോൾ ഞാൻ വേറൊരു ഡ്രോണാണ് യൂസ് ചെയ്യുന്നത്. മാവിക് എയർ 2 DJയുടെ ഒരു കമേഴ്ഷ്യൽ ഡ്രോണാണ്. അപ്പം നമുക്കത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അന്നത്തെ ദിവസം അവർ നേവിയുടെ ഹെലികോപ്റ്ററിനായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. പക്ഷേ ഈ ആൾക്കാർ കടലിൽ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഇതിന് പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഇവർ സെർച്ച് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഇവരുടെ ലൈൻ ഓഫ് സൈറ്റിൽ തന്നെ ഇവരുണ്ടായിരുന്നു. ഈ 4 പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സെർച്ച് ചെയ്ത് പോയിരുന്നതുകൊണ്ട് ലൈൻ ഓഫ് സൈറ്റിൽ ഈ 4 പേരും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് സ്ട്രെയിറ്റ് ലൈനിലായതുകൊണ്ട് അവർക്ക് പൊട്ട് പോലെ കാണാൻ പറ്റുള്ളൂ, വളരെ മൈന്യൂട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ നേരെ നോക്കുമ്പോൾ, അതായത് ഒരു ബോട്ടിൽ നിന്നിട്ട് നേരെ നോക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റില്ല. ഇതിന് ക്ലിയർ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വിഷ്വല് നമുക്ക് അവർ ഡിറ്റാച്ച് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയൽ വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ തന്നെ നോക്കണം. ഇപ്പോൾ ഒരു നേവിയുടെ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു ഹൈറ്റ് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 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 100 മീറ്റർ ഹൈറ്റ്, ഒരു 150 മീറ്റർ ഹൈറ്റ് വരെ അവർക്ക് താഴാൻ പറ്റുള്ളൂ. അത് ഈ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റടിച്ചിട്ട് അവർക്ക് കൂടുതൽ അപ്പോഴും കിട്ടില്ല. അപ്പോൾ അവർക്ക് അതിൻ്റെ മേലെ വെച്ചിട്ട് അത് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ കോസ്റ്റൽ ഗാർഡിൻ്റെ ബോട്ടിനും അന്നുണ്ടായിരുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇരുന്നുകൊണ്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കുണ്ടായിരുന്ന അതിലൊരു ബെനിഫിറ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനന്ന് എനിക്ക് ഈ എയറിൻ്റെ പ്രോബ്ലം ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കുറച്ച് ലോ ആയിട്ടായിരുന്നു ഫ്ലൈ ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ടോപ്പ് ആംഗിൾ ഫ്ലൈ ചെയ്തിരുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആൾക്കാരുടെ അടുത്തേക്ക് പോയി കണ്ടുപിടിക്കാനും എനിക്ക് പറ്റിയിരുന്നു. പിന്നെ ഹെലികോപ്റ്ററും ബോട്ടിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ പിന്നെയും അതിൽ റിസ്ക് ഫാക്ടേഴ്സും കൂടുതലാണ്. ഓട്ടോമേറ്റഡ് ഡ്രോൺ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മാനേജ് ചെയ്യുന്ന കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി സിഗ്നൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ആ വിഷ്വൽ ക്യാപ്ചർ ചെയ്ത് വരുന്ന ഡ്രോൺസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അന്ന് ആ ഒരു സിസ്റ്റവും എനിക്ക് അന്നൊരു ചിന്തയും തോന്നിയോണ്ട് എനിക്ക് അങ്ങനെ 4 പേരെ രക്ഷിക്കാൻ പറ്റിയ അവരുടെ ആ ഒരു ഇതിൽ പാർട്ടാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം.